നോട്ട് ചെയ്യാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി മഹാത്മാ എന്ന് വിളിച്ചത് ജ്യോതിറാവ് ഫൂലെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. PSC Teaching Journal. Learn daily, win surely. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗം യൂണിറ്റ് 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. ഈ ഒരു പാഠഭാഗത്തിൽ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം, അവർ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ച്, ഈ കാലഘട്ടത്തിലെ പ്രധാന പത്രങ്ങൾ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങി ഗതാഗതം, വാർത്താവിനിമയം, രാഷ്ട്രീയ സംഘടനകൾ, INC, ബംഗാൾ വിഭജനം, ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് നാടകത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏത് നാടകമാണ്? നീൽ ദർപ്പൺ, ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഒരു ഭാഗമാണ്. അതിലെ 3 കഥാപാത്രങ്ങൾ നോബിൽ മാധവ്, ഗോലക് ചന്ദർ ബസു, സാധുചരൺ, ഇങ്ങനെ 3 പേരാണുള്ളത്. ഫസ്റ്റ് വൺ നോബിൽ മാധവ്, സെക്കൻഡ് വൺ ഗോലക് ചന്ദർ ബസു, തേർഡ് വൺ സാധുചരൺ. അപ്പോൾ ഈ ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പണിലെ ഈ കഥാപാത്രങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെക്കാം, നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഫസ്റ്റ് നോബിൽ മാധവ് പറയുകയാണ്, അച്ഛാ, ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീലം മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്നു പോരാടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗോലക് ചന്ദർ ബസു ആണ് പിതാവ്. എൻ്റെ മകനെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല, നമുക്ക് ചെറുത്തു നിൽക്കാനും നമ്മുടെ അന്തസ് വീണ്ടെടുക്കാനും കഴിയും എന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ സാധുചരൺ പറയുന്നു, അതേ നോബിൽ, പറഞ്ഞത് ശരിയാണ്. നാം വളരെ കാലമായി നിശബ്ദരാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, ഭാവി തലമുറകൾക്കായി നമുക്ക് ഒന്നിച്ചു പോരാടാം. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടിയാണ് നീൽ ദർപ്പണിലെ ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പണിലെ നാടകത്തിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീൽ ദർപ്പൺ, ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളിൽ പെടുന്നതാര്, പെടാത്തതാര് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. നോബിൽ മാധവ്, ഗോലക് ചന്ദർ ബസു, സാധുചരൺ, ആ പേരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഭാഗത്തോടു കൂടിയാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഇതിൽ പറയുന്നത്, മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്ത നീലം തോട്ടുടമകളുടെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് 1ാമത്തെ ചാപ്റ്ററിൻ്റെ, അതൊന്ന് കാണാം. അതിൽ ഇതിൻ്റെ മുൻഭാഗങ്ങൾ, കഴിഞ്ഞ ചാപ്റ്ററിലത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടത് എന്നാണ്? 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലാണ്. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ. ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ എന്താണ്? ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദേശീയത? ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം. ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരോടുള്ള മനോഭാവം തന്നെയായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ. ഈ ഐക്യബോധത്തിന്റെ അടിത്തറയാണ്, ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയായ സാഹചര്യങ്ങൾ ആണ് പാഠഭാഗത്തിൽ ബാക്കി കൊടുത്തിട്ടുള്ളത്. സാമ്പത്തിക നയം. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും നമുക്കറിയാം, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കുന്ന ഒരു കമ്പോളമായുമാണ് ഇന്ത്യ മാറിയിരുന്നത്. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി ഇവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം പഠിച്ചിരിക്കേണ്ട വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ആരാണ് ദാദാഭായ് നവറോജി? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന തന്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി എന്നതിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ ദാദാഭായ് നവറോജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ്. മാത്രമല്ല, ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നു എന്ന തന്റെ നിരീക്ഷണം അദ്ദേഹം ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ അവതരിപ്പിച്ചു.
പാശ്ചാത്യ വിദ്യാഭ്യാസം 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് എന്ന് മുതലാണ്? 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്? ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കുക, ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കുക, തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറുകയാണ് ചെയ്തത്. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ചു. നെക്സ്റ്റ് വൺ, സാഹിത്യവും പത്രങ്ങളും. സാഹിത്യവും പത്രങ്ങളും ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കൃതികൾ ആരുടെയെല്ലാമാണ്? പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. പേരുകൾ ഓർത്തുവെക്കുക. ഇനി പ്രധാന ദേശീയ സാഹിത്യകാരർ, അവരുടെ ഭാഷയും നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവർ ബംഗാളി ഭാഷയിലെ പ്രധാന ദേശീയ സാഹിത്യകാരരാണ്. ബംഗാളി ഭാഷയിലെ പ്രധാന ദേശീയ സാഹിത്യകാരരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവർ. ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ് ഭാഷയിലെ പ്രധാന ദേശീയ സാഹിത്യകാരിയാണ്. ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ് ഭാഷയിലെ. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലെ പ്രധാന ദേശീയ സാഹിത്യകാരനാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. സുബ്രഹ്മണ്യ ഭാരതി തമിഴിലെ പ്രധാന ദേശീയ സാഹിത്യകാരനാണ്. സുബ്രഹ്മണ്യ ഭാരതി. ഹിന്ദിയിലെ പ്രധാന ദേശീയ സാഹിത്യകാരനാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഹിന്ദിയിലെ പ്രധാന സാഹിത്യകാരനാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. പ്രേംചന്ദ് എന്നിവർ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് എന്നിവർ ഹിന്ദി ഭാഷയിലെ പ്രധാന സാഹിത്യകാരനാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലെ സാഹിത്യകാരനും വള്ളത്തോൾ നാരായണ മേനോനും നമുക്കറിയാം മലയാള ഭാഷയിലെ സാഹിത്യകാരനാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പ്രധാന ദേശീയ സാഹിത്യകാരരും അവരുടെ ഭാഷയും. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവർ ബംഗാളി ഭാഷയിലെയാണ്. ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ് ഭാഷയിലെ പ്രധാന സാഹിത്യകാരനാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലെയാണ്. സുബ്രഹ്മണ്യ ഭാരതി തമിഴിലെയും. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് എന്നിവർ ഹിന്ദി ഭാഷയിലെയും. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലെ പ്രധാന സാഹിത്യകാരനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിലേത്. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാ റാം മോഹൻ റോയിയാണ്. നോട്ട് ചെയ്യാം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാ റാം മോഹൻ റോയ്. PYQ ആണ്. നോട്ട് ചെയ്യാം. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങൾ. രാജാ റാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ നോക്കാം. ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മറാത്തുൽ അക്ബറും. അപ്പോൾ രാജാറാം മോഹൻ റായ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റായിയുടെ പ്രധാന പത്രങ്ങൾ. ബംഗാളി ഭാഷയിലെ പ്രധാന പത്രമാണ് സംവാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിലെ പ്രധാന പത്രമാണ് മിറാത്തുൽ അക്ബർ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരെ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങൾ നമുക്ക് നോക്കാം. ബംഗാളി ഭാഷയിലെ അമൃത് ബസാർ പത്രിക, ദി ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ ഇംഗ്ലീഷ് ഭാഷയിൽ ഇറങ്ങിയ പത്രങ്ങളും മാതൃഭൂമി, അൽ അമീൻ എന്ന മലയാളം ഭാഷയിൽ ഇറങ്ങിയ പത്രങ്ങളും ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള പത്രങ്ങളാണ്. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് അമൃത് ബസാർ പത്രിക, ദി ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി, അൽ അമീൻ എന്നിവ. അപ്പോൾ അത് ഓരോന്നും ഏതൊക്കെ ഭാഷയിലാണ്? അമൃത് ബസാർ ബംഗാളി ഭാഷയിലെ പത്രമാണ്. ദി ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലെ പത്രമാണ്. മാതൃഭൂമി, അൽ അമീൻ എന്നിവ മലയാളം ഭാഷയിലെ പത്രങ്ങളാണ്.
ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്രനിയമം. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ലിട്ടൺ പ്രഭു. അപ്പോൾ ഇങ്ങനെയെല്ലാം ബ്രിട്ടീഷുകാർ ഓരോ ഇന്ത്യക്കാർക്കെതിരെ ഓരോന്ന് പുറപ്പെടുവിക്കുമ്പോഴും അത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അന്നത്തെ സാഹചര്യത്തിൽ അവർ ഒറ്റക്കെട്ടായി നിലനിന്നിട്ടുണ്ട്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചിട്ടുണ്ട്. സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ തന്നെ രാജാറാം മോഹൻ റായ് ആണ്. PSC ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റായ്. SCRT ഉള്ളത് കൊണ്ട് തന്നെ അത് മുഴുവനും നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച മഹത് വ്യക്തിയാണ് രാജാറാം മോഹൻ റായ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ് എവിടെയാണ് ജനിച്ചത്? ഏത് വർഷമാണ്? 1772 ബംഗാളിലാണ് ജനിച്ചത്. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ച നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റായ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ച നവോത്ഥാന നായകൻ, ബഹുഭാഷാ പണ്ഡിതനായ നവോത്ഥാന നായകൻ, ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന നവോത്ഥാന നായകൻ, 1772 ബംഗാളിൽ ജനിച്ച നവോത്ഥാന നായകൻ, ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റായിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടുന്നവ ഏതെല്ലാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ രാജാറാം മോഹൻ റായിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതെല്ലാം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാം പഠിച്ചിരിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. രാജാറാം മോഹൻ റായിയാണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത്. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ സ്ഥാപിച്ച അല്ലെങ്കിൽ നിരവധി സ്കൂളുകൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജ സ്ഥാപകൻ. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റായ്. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ച നവോത്ഥാന നായകൻ. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടിട്ടുള്ള നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റായ്. അടുത്ത വ്യക്തിത്വമാണ് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെടുന്ന ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ. നോട്ട് ചെയ്യുക, മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. മഹാരാഷ്ട്രയിൽ നിന്ന് എടുത്തു തന്നെ പഠിച്ചെടുക്കുക. ജ്യോതിറാവു ഫുലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റായ് ആണെങ്കിൽ സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ജ്യോതിറാവു ഫുലെയാണ്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ സത്യശോധക് സമാജം എന്തിനൊക്കെയാണ് ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്? വിധവാ വിവാഹം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ, വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മഹാത്മാ എന്നാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിട്ടുണ്ട്. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകൾ, പെൺപള്ളിക്കൂടങ്ങൾ എന്നിവ സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. നെക്സ്റ്റ്, പണ്ഡിത രമാബായി.
സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായ്. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമാണ് പണ്ഡിത രമാബായ്. കർണാടക സ്വദേശിയായ രമാബായ് സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. അപ്പോൾ സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കിയ നവോത്ഥാന നായികയാണ് പണ്ഡിത രമാബായ്. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അപ്പോൾ പണ്ഡിത രമാബായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ്. പണ്ഡിത രമാബായ് ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചത് പണ്ഡിത രമാബായിയാണ്. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പണ്ഡിത രമാബായ് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പണ്ഡിത രമാബായ് പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുള്ളത് ബോംബെയിൽ വെച്ചാണ് 1889. രാജാറാം മോഹൻ റായ് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. രാജാറാം മോഹൻ റായ് ബ്രഹ്മസമാജ സ്ഥാപകനാണ്. രാജാറാം മോഹൻ റായ്. ജ്യോതിറാവ് ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചതാരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. പണ്ഡിത രമാബായ് ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. പിന്നെ വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. മാത്രമല്ല സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചത് ആര് തന്നെയാണ്? പണ്ഡിത രമാബായിയാണ്. അപ്പോൾ പണ്ഡിത രമാബായിയെ കുറിച്ച് പഠിച്ചെടുക്കാം. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായ്. കർണാടക സ്വദേശിയാണ്. സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ചുകൊണ്ട് തന്നെ കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് പണ്ഡിത എന്ന ബഹുമതി രമാബായിക്ക് നൽകി ആദരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. വിധവകളുടെ പുനരധിവാസത്തിനായി അദ്ദേഹം ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പണ്ഡിത രമാബായി പങ്കെടുത്തത്. ഇനി നമുക്ക് കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരെയും പഠിച്ചെടുക്കാനുണ്ട്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുറംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ്. ഹിതകാരിണി സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് E.V. രാമസ്വാമി നായ്ക്കരും. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവും. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുമാണ്. ഈ ബോക്സിലുള്ളത് മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുറംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവരാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം E.V. രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇനി അടുത്തത് ഗതാഗതവും വാർത്താവിനിമയവുമാണ്. വ്യാപാരം, വ്യവസായം, സൈനികാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്നു നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് മേഖലകളിൽ നമുക്ക് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഗതാഗതം, വാർത്താവിനിമയം എന്നിവ. അപ്പോൾ വ്യാപാരം, വ്യവസായം, സൈനികാവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിപ്പാലവും ആര് തന്നെയാണ് ആരംഭിച്ചത്? ബ്രിട്ടീഷുകാരാണ്. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചിട്ടുണ്ട്. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സംവിധാനം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ച കാര്യങ്ങളാണ്. അടുത്തത് ദേശീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു.
അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവയുടെ പ്രവർത്തന കേന്ദ്രങ്ങളും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളെയുമാണ് പഠിച്ചെടുക്കാനുള്ളത്. ബോക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയാണ്. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ഇന്ത്യൻ അസോസിയേഷൻ. കൽക്കട്ടയിൽ രൂപം കൊണ്ട ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ, കൽക്കട്ടയിൽ പ്രവർത്തന കേന്ദ്രം ആരംഭിച്ച ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ് എന്നിവരാണ്. മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന കേന്ദ്രം മദ്രാസാണ്. മദ്രാസ് മഹാജൻ സഭ, മദ്രാസ്, അപ്പൊ പേരിൽ തന്നെയുണ്ട് പ്രവർത്തന കേന്ദ്രം. ഇനി മദ്രാസ് മഹാജന സഭ, മദ്രാസിൽ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. അപ്പോൾ മദ്രാസ് മഹാജൻ സഭ, മദ്രാസിലെ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവർ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, അപ്പൊ അതിൽ തന്നെയുണ്ട് പ്രവർത്തന കേന്ദ്രം ബോംബെ. ഇതിന് ബോംബെ പ്രസിഡൻസി അസോസിയേഷന് പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള ബോംബെയിൽ രൂപം കൊണ്ട ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ ത്യാബ്ജി എന്നിവർ. ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ ത്യാബ്ജി എന്നിവർ ബോംബെയിൽ പ്രവർത്തന കേന്ദ്രം ആരംഭിച്ച ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയിട്ടുള്ളവരാണ്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ മാത്രം പ്രവർത്തന കേന്ദ്രം നമ്മൾ പഠിച്ചാൽ മതി. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കത്തയിലും, മദ്രാസ് മഹാജൻ സഭ മദ്രാസിലും, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലുമാണ്. ഇന്ത്യൻ അസോസിയേഷൻ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവർ. ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയിട്ടുള്ളവരാണ് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്, ബദറുദ്ദീൻ ത്യാബ്ജി എന്നിവർ. അപ്പോൾ ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക് എന്തുണ്ടായിട്ടില്ല? അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിട്ടില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അങ്ങനെ ഒരു അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുകയാണ്. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും അലൻ ഒക്ടോവിൻ ഹ്യൂം ആയിരുന്നു WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ ഇത് അഖിലേന്ത്യാ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ സമ്മേളനത്തെക്കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് ഇതിന്റെ യോഗം നടക്കുന്നത്. ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 പേരാണ്. ഇവർ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് ഈ 72 പേർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവരായിരുന്നു ഈ 72 പേർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി പ്രസിഡന്റ്. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. അത് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് നമുക്ക് പഠിച്ചെടുക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നിവയെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാന നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. അനന്ത ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ.
ഇനി സർ സി ശങ്കരൻ നായർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് സർ സി ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിനാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQ ആണ് നോട്ട് ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആര്? സർ സി ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മലയാളിയായ വ്യക്തി ആരാണ്? സർ സി ശങ്കരൻ നായർ. കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയായ സർ സി ശങ്കരൻ നായർ ഏത് സമ്മേളനത്തിനാണ് അധ്യക്ഷത വഹിച്ചത്? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ളത്. വിഭജനവും ഭിന്നിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തി ക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയാണ്. KSICL ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന ഭാഗത്തിലെ H റിസ്ലെ എഴുതിയിട്ടുള്ള വരികളാണിത്. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളതാണിത്. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി അപ്പോൾ ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അപ്പോൾ ഇത്തരം തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തിയേക്കാൾ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാക്കണമെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പോൾ നിലവിലുള്ള ബംഗാൾ പ്രവിശ്യയെ വിസ്തൃതമാക്കാനും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. അപ്പോൾ ജനങ്ങളിൽ തന്നെ വിഭജിക്കാൻ വേണ്ടിയിട്ട് ഒരു ബംഗാൾ എന്ന സ്ഥലത്തെ തന്നെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. എന്താണ് ബംഗാൾ വിഭജനം? എങ്ങനെയാണ് ബംഗാളിനെ വിഭജിച്ചത്? ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായിട്ടാണ് വിഭജിച്ചത്. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ബംഗാൾ വിഭജനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൊൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് ദേശീയ പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടുകൂടിയാണ്. അപ്പോൾ ബംഗാൾ വിഭജനം നടന്നത് 1905 ഒക്ടോബർ 16 അമർ സോണ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി പ്രസ്ഥാനങ്ങളും മറ്റ് സംരംഭങ്ങളും വിയോജിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് സ്വദേശി സമരത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നത്? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം, ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണം. ഇനി സ്വദേശി സമരത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ളവയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രൂപം കൊണ്ടിട്ടുള്ള തുടക്കമിട്ടിട്ടുള്ള കമ്പനികൾ, പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അവ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഏതൊക്കെയാണവ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയണം. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ. അപ്പോൾ കെമിക്കൽ സ്റ്റോർ, ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആചാര്യ PC റോയ് ആണ്. സ്വദേശി സ്റ്റോർ ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിലാണ്. പിന്നെ സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചത് ജംഷഡ്ജി ടാറ്റയാണ്. ഇവയെല്ലാം തന്നെ സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ളവയാണ്. ഇനി സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണം നമുക്കൊന്ന് നോക്കാം.
സുരേന്ദ്രനാഥ ബാനർജിയുടെ വാക്കുകളാണ്. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. ഇത് സുരേന്ദ്രനാഥ ബാനർജിയുടെ വരികളാണ്. ബിപിൻ ചന്ദ്രയുടെ ആധുനിക ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത്തരം പ്രചരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും ദേശീയ പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മിതവാദികൾ, തീവ്ര ദേശീയവാദികൾ എന്നും രണ്ട് കൂട്ടരുണ്ട്. അപ്പോൾ ഇതിൽ മിതവാദികൾ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ രക്ഷാ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. മിതവാദികളിൽ പെട്ടവരാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവർ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ മിതവാദികൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ്? സമരങ്ങളിലെയും സമാധാനപരമായും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയുമാണ് അവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. മിതവാദികളായ നേതാക്കളിൽ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവർ. ഇനി മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. അപ്പോൾ തീവ്ര ദേശീയവാദികളിൽ പ്രധാനപ്പെട്ടവരാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവർ. ഇവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ്? മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. തീവ്ര ദേശീയവാദികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അപ്പോൾ തീവ്ര ദേശീയവാദികൾ അവർ തീവ്രമായി ദേശത്തിന് വേണ്ടി വാദിച്ചവരായിരുന്നു എന്ന് ആലോചിക്കുക. തീവ്രമായി ദേശത്തിന് വേണ്ടി വാദിച്ചവരാണ് തീവ്ര ദേശീയവാദികൾ. എങ്ങനെയാണ് ചെയ്തത്? എന്താണ് ചെയ്തത്? സ്വദേശി ബഹിഷ്കരണം ശക്തമായി നടപ്പിലാക്കി. വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ചു. ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചവരാണ് തീവ്ര ദേശീയവാദികൾ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അപ്പോൾ എന്താണ് സ്വദേശി സമിതികൾ? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ സ്വദേശി സംഘടനകളിലെ അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതിയാണ് പ്രധാനപ്പെട്ട ഒരു സ്വദേശി സംഘടന. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധികളും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു സ്വദേശി സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. മിതവാദികളുടെയും തീവ്രവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂരറ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവവികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സഹായിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികളെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ തീവ്രദേശീയവാദികൾ നമ്മുടെ ദേശത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി അവർ നല്ല ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് വന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണമാണ് അടുത്തതായിട്ട് നടക്കുന്നത്. ആഘാ ഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. അപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായ 1906
ആഘാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ചാണ് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം എങ്ങനെയുള്ളതായിരുന്നു? തികച്ചും അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും ചെയ്തു. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കരണങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി ഭരണപരിഷ്കരണങ്ങൾ ഇത്തരത്തിലുള്ളവയായിരുന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും തമ്മിത്തല്ലുകൾക്കിടയിൽ എന്ത് നടന്നു? മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ നടന്നു. അത്തരത്തിൽ നിലവിൽ വന്നതാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത്. നിയമനിർമ്മാണങ്ങളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ലാൽ ബാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നു. ഇത് PSCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MCQ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PYQ തന്നെയാണ്. ലാൽ പാൽ താഴെ തന്നിട്ടുള്ളതിൽ ലാൽ ബാൽ പാൽ എന്നിവരിൽ പെടുന്നത് ആര്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ലാൽ ബാൽ പാൽ എന്നിവരിൽ പെടാത്തത് ആര് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലാൽ ബാൽ പാൽ ഇതിൽ പെടുന്നവർ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഹോം റൂൾ ലീഗ് 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. അപ്പോൾ 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായി. ഈ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ എന്ന സംഘടനയുടെ ലക്ഷ്യം സ്വയംഭരണം ആയിരുന്നു. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ആനി ബസന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് 1917 കൽക്കട്ട സമ്മേളനത്തിനാണ് കോൺഗ്രസിന്റെ അധ്യക്ഷയായി ആനി ബസന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1917 കൽക്കട്ട സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ അല്ലെങ്കിൽ പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അതുകൂടി നോട്ട് ചെയ്ത് പഠിക്കുക. ഐക്യത്തിന്റെ ലക്നൗ 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർവേന്ത്യ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായ ചില രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. അവയിൽ ചില വിപ്ലവ സംഘടനകൾ നോക്കാം. അനുശീലൻ സമിതി, ഭാരത് മാതാ അസോസിയേഷൻ, യുഗാന്തർ പാർട്ടി, ഗദ്ദാർ പാർട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള വിപ്ലവ സംഘടനകളുടെ സ്ഥലവും അവയ്ക്ക് നേതൃത്വം നൽകിയവരും ഇമ്പോർട്ടൻ്റ് ആണ്. അനുശീലൻ സമിതി ബംഗാളിലാണ്. നേതൃത്വം നൽകിയവർ സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവരാണ്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ് രൂപം കൊണ്ടത്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയത്. ബംഗാളിൽ രൂപം കൊണ്ട യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരാണ്. 2 ബോസുകളാണ് യുഗാന്തർ പാർട്ടി. ബംഗാളിലെ യുഗാന്തർ പാർട്ടി റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവർ. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലാണ്. ലാലാ ഹർദയാലാണ് നേതൃത്വം നൽകിയത്. അനുശീലൻ സമിതി ഒന്ന് പഠിക്കാം. ബംഗാളിലെ രൂപം കൊണ്ട വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതിക്ക് നേതൃത്വം കൊടുത്തത് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവരാണ്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിൽ രൂപം കൊണ്ടു. നേതൃത്വം കൊടുത്തവർ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവർ. യുഗാന്തർ ബോസ് ബംഗാളിലാണ് രൂപം കൊണ്ടത്. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരാണ്. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ ലാലാ ഹർദയാലാണ് രൂപം നൽകിയത്. അപ്പോൾ വിപ്ലവ സംഘടനകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം പഠിച്ചിരിക്കേണ്ടവയാണ്. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത്
ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോട് സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ നടത്തിയ ചൂഷണങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത പ്രതിരോധിച്ച തന്ത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാഠഭാഗമായിരുന്നു ഇത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാഠഭാഗം തന്നെയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3-ാമത്തെ ചാപ്റ്റർ പഠിച്ചെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്